Hello dear students, welcome to Vinny's Educare. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് CBSE കുട്ടികൾക്ക് വേണ്ടിയാണ്. എനിക്കറിയാം എക്സാംസ് 22nd എന്നോട് ഓൺ ദ ഫേസ് ഓഫ് ഇട്ട് തരുമോ എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ലെസനാണ്, എന്നാലും പറ്റുന്ന രീതിയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. This is a play about the friendship between two people written by Susan Hill, and the two people are one an old man and another a young boy. Both of them have some physical disabilities. Old man is lame, and young man, the young boy, who has a scary face, right? But the outlook that they have towards life is totally different. Old man ഒരു പക്ഷേ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ലൈഫിനെ കാണുന്ന രീതി വളരെ പോസിറ്റീവായിട്ടായിരുന്നു. കുട്ടി എന്ന് പറയുമ്പം ഗ്രോയിങ് ഏജ് ആണ്. അപ്പോൾ ആ ഒരു ഏജിൽ എവറിബഡി ഫീൽസ് ലൈക്ക് ദേ ഷുഡ് ലുക്ക് ഹാൻഡ്സം, ദേ ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് ഗേൾ ഫ്രണ്ട്സ്, ദേ ഷുഡ് ബി ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ആ ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു മോന് ഭയങ്കര ദേഷ്യമായിരുന്നു എല്ലാത്തിനും. സോ അവർ തമ്മിൽ മുട്ടിയിട്ട് അവരിൽ എന്താണ് ആ മോനിൽ മാറ്റം വരുന്നത്, എന്തൊക്കെയാണ് ആ മോന് ഈ ഒരു ഓൾഡ് മാനിൽ നിന്നും പഠിക്കുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റോറി, റൈറ്റ്? അപ്പോൾ നമുക്ക് നേരിട്ട് സ്റ്റോറിയിലോട്ട് പോവാം. മിസ്റ്റർ ലാംസ് ഗാർഡൻ. There is the occasional sound of bird song and of tree leaves rustling. Derry's footsteps are heard as he walks slowly and tentatively through the long grass. He pauses, then walks on again. He comes round a screen of bushes so that when Mr. Lamb speaks to him, he is close at hand, and Derry is startled. Now the old man, his name is Mr. Lamb, and the young boy, his name is Derry. ഡെറിക്ക് എപ്പോഴും ലോൺലിനെസ് ആണ് ഇഷ്ടം. കാരണം അവൻ്റെ മുഖത്തൊരു വലിയ സ്കാറുണ്ട്. ആ സ്കാറ് കാരണം ആൾക്കാർക്ക് അവനെ കാണുമ്പോൾ പേടി തോന്നാറുണ്ടെന്ന് അവന് പല സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. സോ ഹി ഓൾവേസ് വോണ്ട്സ് ടു ബി അലോൺ. അപ്പോൾ ആ ഒരു ഗാർഡൻ കാണുമ്പം ഗാർഡനിൽ ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഡെറി അതിനകത്തോട്ട് കയറുന്നത്. പതുക്കെ കയറി വന്ന് മതിൽ ചാടിയാണ് കയറി വരുന്നത്. മതിൽ ചാടി കയറി വന്ന് ഒരു ബുഷിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ആ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഓണർ മിസ്റ്റർ ലാംബ് ഇവനെ കാണുന്നതും പെട്ടെന്ന് എന്തോ സംസാരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ആരുമില്ല എന്ന് പ്രതീക്ഷ നിന്നിരുന്ന ഡെറിക്ക് ഒരു ഞെട്ടലുണ്ട്, റൈറ്റ്? നൗ മിസ്റ്റർ ലാംബ്, മൈൻഡ് ദി ആപ്പിൾസ്. വാട്ട്? ഹൂസ് ദേ? സോ ഹീ ഈസ് ടോട്ടലി സ്റ്റാർട്ടൽഡ്. അപ്പം ആപ്പിളുണ്ട്, ആപ്പിൾ ചവിട്ടരുത് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു ആപ്പിൾ ഗാർഡനാണ്, അതിനകത്ത് കൂടുതലും ആപ്പിൾസാണ്. അപ്പോൾ ആപ്പിൾസ് ഇങ്ങനെ വീണ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഓൾഡ് മാൻ ഒരു പക്ഷേ ആപ്പിൾ പറിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ കുറച്ച് ആപ്പിൾസ് താഴെ കിടക്കുന്നത് കണ്ടിട്ട് അത് ചവിട്ടരുതെന്ന് പറയുമ്പോഴത്തേക്കും ഡെറി പെട്ടെന്ന് ഞെട്ടിയിട്ട് പറയും, ഇത് ആരാണ്, ഇവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് നോക്കും. ലാംബ്സ് മൈ നെയിം, മൈൻഡ് ദി ആപ്പിൾസ്, ക്രാബ് ആപ്പിൾസ് ദോസ് ആർ, വിൻ ഫോൾസ് ഇൻ ദി ലോങ് ഗ്രാസ് യു കുഡ് ട്രിപ്പ്. അതായത് കുറേ ആപ്പിൾസ് അവിടെ കാറ്റത്ത് താഴെ വീണ് കിടപ്പുണ്ട്, നീ അറിയാണ്ട് അതിനകത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നി വീഴും, അതുകൊണ്ടാണ് ഞാൻ അലേർട്ട് ചെയ്തതെന്ന് പറയും. അപ്പോൾ ഡെറി ആകെ കൂടി ഒരു എന്താ പറയണേ, ഹീ കംപ്ലീറ്റ്ലി പെർപ്ലെക്സ്ഡ് ബിക്കോസ് ഹി ഡിഡ് നോട്ട് എക്സ്പെക്ട് എനിബഡി there, and all of a sudden he was right in front of a human being. So I thought this was an empty place. I didn't know there was anybody here. So ലാംബ് പറയും, that's all right, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാനുണ്ട് ഇവിടെ. What are you afraid of? എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? Why do you want the place to be empty? That's all right if I am here എന്ന് പറയും. അപ്പോൾ ഡെറി പറയും, no, I thought it was an empty house and I wanted just to have some loneliness. That's the reason why I entered എന്നുള്ള രീതിയിൽ പറയും. So Mr. Lamb പറയും, yeah, it is still empty. The house is still empty because I am the one who is staying in the house and I am outside. So the house is empty. And for quite some time it's going to be empty only because I have decided to stay in the garden for a long time. അപ്പോൾ ഞാൻ കുറേ നേരത്തേന് ഇവിടെ തന്നെ ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഹൗസ് എംറ്റി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ലാംബ്. അപ്പോൾ ഡെറി പറയും, ഓക്കെ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ധൃതി വെച്ച് തിരിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ലാംബ് പറയും, ഞാൻ കാരണമാണ് നീ പോകുന്നെങ്കിൽ പോകണ്ട, എനിക്കിങ്ങനെ ആൾക്കാർ വരുന്നതിനോട് വിരോധമൊന്നുമില്ല. ദ ഗേറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ, നിനക്ക് വേണമെങ്കിൽ ഗേറ്റിലൂടെ വരായിരുന്നു, നീ എന്തിനാണ് ഗാർഡൻ വാൾ ക്ലൈംബ് ചെയ്ത് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഡെറിക്ക് ദേഷ്യം വന്നിട്ട്, അത് ശരി നിങ്ങളപ്പോൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ചോദിക്കും. ലാംബ് പറയും, അല്ല ഞാൻ കണ്ടു നീ വരുന്നത്, യു ആർ ഓൾവേസ് വെൽക്കം, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട്, ഞാൻ എപ്പോഴും ഈ ഗാർഡനിൽ ഉണ്ടാവാറുണ്ട്. ഡെറി പറയും, ഞാനിവിടെ വന്നേക്കുന്നൊന്നും മോഷ്ടിക്കാനല്ല. അപ്പം മിസ്റ്റർ ലാംബ് പറയും, അങ്ങനെയല്ല, ചെറിയ കുട്ടികളിവിടെ വരാറുണ്ട്, ആപ്പിൾ ഞാൻ കാണാണ്ട് ആപ്പിൾ കൊണ്ടുപോകാൻ വരാറുണ്ട്,
പക്ഷേ അത് വളരെ ചെറിയ കുട്ടികൾ അങ്ങനെ വരാറ്. നീ അത്ര ചെറുതൊന്നുമല്ല, അപ്പം നീ തീർച്ചയായിട്ടും ഇവിടെ അതിനു വേണ്ടിയല്ല വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് ലാബ് പറയും. അപ്പം ഐ ജസ്റ്റ് വാണ്ടഡ് ടു കം ഇൻ ടു ദ ഗാർഡൻ, അത്രയേ ഉള്ളൂ എന്ന് ഡെറി പറയും. സോ യു ഡേ ഹിയർ വി ആർ ദെൻ. നീ അത്രേ ചെയ്തിട്ടുള്ളൂ, നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, നമ്മളിവിടെ നിൽക്കുന്നു, നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന് ഡെറി പറയും. ഈ ഒരു 13-12 വയസ്സിലൊരു മോൻ, അത്രയല്ലേ ഉള്ളൂ. അപ്പം കറക്റ്റാക്കി പറഞ്ഞു 14 വയസ്സുണ്ട് എനിക്ക്, പക്ഷെ ഞാനിപ്പോൾ പോട്ടെ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ലാമ്പ് പറയും നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഇതൊരു ഗാർഡനാണ്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഡെറി പറയുന്നു എനിക്കാരെയും പേടിയൊന്നുമില്ല, പക്ഷെ ആൾക്കാർക്കാണ് എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നത്. അപ്പം ലാമ്പ് ചോദിക്കും അതെന്താ അങ്ങനെ? അപ്പം ഡെറി പറയും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ആരാണെന്ന് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, വയസ്സായ ആൾക്കാരാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും എന്നെ കണ്ടിട്ട് ഒരുതരം പേടി കാണിക്കും. പക്ഷെ ചിലവരത് പ്രകടിപ്പിക്കും, ചിലർ പ്രകടിപ്പിക്കാണ്ടിരിക്കും. അപ്പം ഐ ക്യാൻ സീ, എനിക്കറിയാം, ഐ ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ മിസ്റ്റർ ലാമ്പ് ചോദിക്കും സീ വാട്ട്? സോ ഡെറി പറയും എനിക്കറിയാം അവരെന്താ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ മിസ്റ്റർ ലാമ്പ് പറയും വാട്ട് ഡു ദേ തിങ്ക് ദെൻ? എന്താണ് അവർ ചിന്തിക്കുന്നത്, ശരി പറയൂ. ഡെറി അപ്പോൾ പറയും യു തിങ്ക് here is a boy, you look at me and then you see my face and you think that's bad, that's a terrible thing, that's the ugliest thing I ever saw. You think poor boy, but I'm not poor. Underneath you are afraid. Anybody would be, I am. When I look in the mirror, when I see my face, even I feel terrified. അങ്ങനെയാണ് കുട്ടി പറയുന്നത്. ആരെന്നെ കണ്ടാലും എനിക്ക് ആൾക്കാർ എന്നോട് സിമ്പത്തൈസ് ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പേടി തോന്നും. എനിക്കും ചില സമയത്ത് എൻ്റെ മുഖം മിററിൽ കാണുമ്പോൾ പേടി തോന്നാറുണ്ട്, എനിക്കും പേടി തോന്നാറുണ്ടെന്ന് ആ കുട്ടി അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ മിസ്റ്റർ ലാമ്പ് പറയും നോ, നോട്ട് ദ ഹോൾ ഓഫ് യു, നോട്ട് ഓഫ് യു. അപ്പം നീ അങ്ങനെ ആകെ മൊത്തം പേടിക്കാനുള്ള രൂപത്തിലുള്ള ഒരു കുട്ടിയൊന്നും അല്ല. അപ്പോൾ ഡെറി പറയും യെസ് ഞാൻ അങ്ങനെയാണ്. മിസ്റ്റർ ലാമ്പ് പറയും കുറച്ച് കഴിയുമ്പോൾ ഈ കാലാവസ്ഥ കുറച്ചും കൂടി ഒന്ന് കൂളറാകുമ്പം ഞാനൊരു ലാഡർ കൊണ്ടുവന്നിട്ട് ആപ്പിളിൻ്റെ മരത്തിൽ കയറിയിട്ട് ഞാൻ കുറച്ച് ആപ്പിൾസ് ഇങ്ങനെ പ്ലക്ക് ചെയ്യുന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ അതുകൊണ്ട് ജെലി ഉണ്ടാക്കും. ഈ ഒരു സമയത്ത് സെപ്റ്റംബർ മാസത്തിനാണ് ജെലി ഉണ്ടാക്കാൻ നല്ല സമയം. ലുക്ക് അറ്റ് ദി ഓറഞ്ച് ആൻഡ് ദി ഗോൾഡൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മാജിക് ഫ്രൂട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിങ്ങനെ ടോപ്പിക്ക് മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും ഡെറി ചോദിക്കും വൈ ഹാവ് യു ചേഞ്ച് ദ സബ്ജക്റ്റ് ഫോർ? എന്തിനാണ് നിങ്ങൾ ടോപ്പിക്ക് മാറ്റിയത്? പീപ്പിൾ ഓൾവേസ് ഡു ദാറ്റ്. ഇതാണ് എല്ലാവരും ഇതാണ് ചെയ്യുന്നത്. വൈ ഡോണ്ട് യു ആസ്ക് മീ വൈ ഡു യു വോണ്ട് why do you do what they all do and pretend it isn't true and isn't there? അപ്പം ഡെറി ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തു മിസ്റ്റർ ലാമ്പ് അവനോട് എനിക്ക് മുഖത്ത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നുള്ളത്. പക്ഷേ മിസ്റ്റർ ലാമ്പ് ടോപ്പിക്ക് മാറ്റി കണ്ടപ്പോൾ അവന് വിഷമം വന്നിട്ട് പറയും ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്, ആരും എന്നോട് ഡയറക്റ്റ് ഒന്നും ചോദിക്കാറില്ല, എന്നെ കണ്ടിട്ട് ഇങ്ങനെ വെറുവെറുക്കും ആൾക്കാർ, പരസ്പരം നോക്കും, പരസ്പരം എന്തെങ്കിലുമോ പറയും. നിങ്ങളും എന്നോടൊന്നും ചോദിച്ചില്ല, എനിക്കറിയാം നിങ്ങളും എന്നെ കണ്ടിട്ട് അപ്സെറ്റായി. ഐ ടെൽ യു ഡോണ്ട് ആസ്ക് മീ ബിക്കോസ് യു ആർ അഫ്രൈഡ് ടു ആസ്ക്. അപ്പോൾ മിസ്റ്റർ ലാമ്പ് ചോദിക്കും ശരി നിൻ്റെ ആഗ്രഹം എന്താ, ഞാൻ നിന്നോട് ചോദിക്കണം എന്നാണോ നിൻ്റെ ആഗ്രഹം? ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് വിത്ത് പീപ്പിൾ, എനി പീപ്പിൾ. അപ്പം പറയും എനിക്ക് എന്തുകൊണ്ടാണ്, എനിക്ക് ഒരാൾക്കാരുടെ അടുത്ത് പോകാനോ ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യാനോ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ചോദിക്കും ഐ ഷുഡ് സേ ടു ലുക്ക് അറ്റ്, ഐ ഷുഡ് സേ യു ഗോട്ട് ബേൺഡ് ഇൻ എ ഫയർ. ശരി ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം നീ എന്തോ ഒരു ഫയർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് നിൻ്റെ മുഖം ഇങ്ങനെ പൊള്ളിയതാണ്. Not in a fire. I got acid all down that side of my face and it burned it all away. It ate my face. It ate me up and now it's like this and it won't ever be any different. So I'm saying, ഇല്ല ഫയറല്ല, എൻ്റെ മുഖത്തിൻ്റെ ആ ഭാഗത്ത് ആസിഡ് വീണതാണ്. ആസിഡ് എന്നെ മൊത്തമായിട്ട് മിഴുകി, എൻ്റെ ഫേസും മിഴുകി, എന്നെയും മൊത്തമായിട്ട് മിഴുകി. ഇനി ഞാൻ ഒരിക്കലും ഇതിൽ നിന്നും എനിക്ക് മോചനമില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും കാണപ്പെടാൻ പോണേ എന്ന് പറയും. സോ ഇതാണ് പിക്ചർ വന്നിരിക്കുന്നത്. ലെയിം ആയിട്ടുള്ള മിസ്റ്റർ ലാമ്പും പിന്നെ യങ് ബോയ് ആയ ഡെറിയുടെ. മിസ്റ്റർ ലാമ്പ് പറയും നോ. ഡെറി പറയും ആരെയും ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇത് കേൾക്കാൻ? മിസ്റ്റർ ലാമ്പ് പറയും യു ആർ എ ബോയ് ഹു കം ടു ദ ഗാർഡൻ, പ്ലെൻറ്റി ഡു. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ എവറിബഡി, എനിത്തിങ്. ദർ ഇസ് നത്തിങ് ഗോഡ് മെയ്ഡ് ദാറ്റ് ഡസ് നോട്ട് ഇൻട്രസ്റ്റ് മീ. ലുക്ക് ഓവർ ദെയർ, ഓവർ ബിസൈഡ് ദ ഫാർ wall, what can you see? സോ മിസ്റ്റർ ലാമ്പ് പറയും നമുക്ക് ഇവിടെ പല ആൾക്കാരും വരും, പല കുട്ടികളും വരും, എനിക്ക് എല്ലാവരിലും ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളിലും എനിക്കിഷ്ടമുണ്ട്. നോക്കൂ ആ ദൂരത്തോട്ട് നോക്കി എന്ന് പറയും അവിടെ എന്താ ഉള്ളതെന്ന് നോക്കുമ്പോൾ ഡെറിക്ക് ദേഷ്യം എന്നിട്ട് പറയും റബ്ബിഷ് സാധനങ്ങൾ അവിടെ ഉള്ളതെന്ന് പറയും. മിസ്റ്റർ ലാമ്പ് ചോദിക്കും റബ്ബിഷോ? ശരിക്കും നോക്കൂ എന്താ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നത്? അപ്പോൾ ഡെറി പറയും അവിടെ കുറച്ച് പുല്ല്, ആവശ്യമില്ലാത്ത കുറേ വീഡ്സ് ഉണ്ട്. അപ്പം മിസ്റ്റർ ലാമ്പ് പറയും ചില ആൾക്കാരെ വീഡ്സ് എന്ന് പറയും,
പക്ഷെ ഞാൻ ഇതിനെ പറയുന്നത് വീഡ് ഗാർഡൻ എന്നാണ്. വീഡ്സ് എന്താണ് ശരിക്കും പറഞ്ഞാൽ, വീഡ്സ് ആർ ദി അൺവാണ്ടഡ് creepers that grow, the unwanted plants that grow in between the നീഡഡ് വൺസ്. അതായത് റോസാപ്പൂവിൻ്റെയും അതിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് നമുക്ക് അൺവാണ്ടഡ് ഒരു പ്ലാന്റ് ഇങ്ങനെ വളർന്നു വരുന്നതിനെയാണ് വീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ ആൾക്കാർ അതൊക്കെ പറിച്ചു കളയും ഗാർഡനിൽ. സോ മിസ്റ്റർ ലാംഗ് പറയുന്നത് എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ചിലപ്പം വീഡ്സിന് മാത്രമായിട്ടൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തെന്ന് വരും. ദിസ് ഫ്രൂട്ട് ആൻഡ് ദർ ആർ ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് ആൻഡ് ഹെർബ്സ് ഓൾ സോർട്സ്, ബട്ട് ഓവർ ദെയർ വീഡ്സ് ഐ ഗ്രോ വീഡ്സ് ദെയർ. Why is one green growing plant called a weed and the other flower? Where is the difference? It's all life growing, same as you and me. So this is the first step taken from the side of Mr. Lamb in order to pacify Derry. ഡെറിയുടെ പറയുകയാണ് വീടെന്ന് പറയുന്നത് ഒരു പച്ച പ്ലാന്റാണ്, ബാക്കി നമ്മൾ ഗാർഡനിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നത് പച്ച പ്ലാന്റാണ്. പിന്നെ എന്തിനാണ് വീടിനെ അൺവാണ്ടഡ് പ്ലാന്റ് എന്ന് പറഞ്ഞ ആൾക്കാർ എടുത്തു കളയുന്നത്? എനിക്ക് അതിനോട് താല്പര്യമില്ല. അതിനും ഒരു ലൈഫുണ്ട്, എന്നിലും നിന്നിലും ഉള്ള പോലത്തെ ലൈഫ് അതിലുമുണ്ട്. അപ്പം ഡെറി പറയും വി ആർ നോട്ട് ദ സെയിം. പക്ഷെ ഞാനും നിങ്ങളും ഒരേപോലെയല്ല. മിസ്റ്റർ ലാംഗ് പറയും ഞാൻ വയസ്സായി, നീ യങ് ആണ്, നിനക്കൊരു പൊള്ളിയ ഫേസ് ഉണ്ട്, എനിക്കൊരു ടിൻ ലെഗാണുള്ളത്. അതായത് ആൾക്കൊരു കാലില്ല, കാലിന് പകരം ടിൻ ലെഗാണ്. നോട്ട് ഇമ്പോർട്ടൻറ്റ്, യു ആർ സ്റ്റാൻഡിങ് ദിയർ, ഐ എം സിറ്റിംഗ് ഹിയർ, വേർ ഇസ് ദ ഡിഫറൻസ്? വേറെ എന്താ ഡിഫറൻസ്? എനിക്കും കുറച്ച് അപാകതകളുണ്ട്, നിനക്കും കുറച്ച് അപാകതകളുണ്ട്, പിന്നെന്താ വേറെ വ്യത്യാസമുള്ളത്? അപ്പോൾ ഡെറി ചോദിക്കും വൈ ഹാവ് യു ഗോട്ട് എ ടിൻ ലെഗ്? അപ്പം മിസ്റ്റർ ലാംഗ് പറയും ഒറിജിനൽ ലെഗ് ബ്ലോൺ ഓഫായി. അതായത് he was an army personnel, a defense personnel. സോ യുദ്ധകാലത്ത് ആളുടെ കാല് ബോംബ് എക്സ്പ്ലോഷനിൽ പോയതാണ്. അപ്പം ലേമി ലാംബ് എന്നാണ് പിള്ളേരെന്നെ വിളിക്കുന്നത്. നീ കേട്ടിട്ടില്ലേ? പിള്ളേരെന്നെ എപ്പോഴും ലേമി ലാംബ് എന്ന് വിളിക്കാറുണ്ട്. കറക്റ്റല്ലേ? അതെനിക്ക് ഫിറ്റല്ലേ? അതുകൊണ്ട് അതെനിക്ക് ഒരിക്കലും ട്രബിൾസമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഡെറി പറയും പക്ഷെ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ടിന്നിൻ്റെ മുകളിൽ കൂടെ ഒരു ട്രൗസർ വലിച്ചു കയറ്റി ഇരുന്ന് കഴിഞ്ഞാൽ ആരും അത് കാണില്ല, ആരും അത് നോട്ട് ചെയ്യില്ല. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും എന്നെ നോട്ട് ചെയ്യാൻ പറ്റും. അപ്പം മിസ്റ്റർ ലാംഗ് പറയും ചിലർ നോട്ട് ചെയ്യും, ചിലർ നോട്ട് ചെയ്യില്ല. ചില ആൾക്കാർ നോക്കി അവസാനം വയ്യാണ്ടാവും, പിന്നെ അതങ്ങ് നിർത്തും. കാരണം ഈ ലോകത്ത് വേറെയും കാണാനുള്ള കാഴ്ചകൾ കുറേ ഉണ്ട്. അപ്പോൾ ഡെറി ശരിയാണ്, എൻ്റെ മുഖം പോലെ കാണാൻ വേറെ എത്രയോ കാഴ്ചകളുണ്ട്. അപ്പം മിസ്റ്റർ ലാംഗ് പറയും അങ്ങനെയല്ല, നല്ല നല്ല കാഴ്ചകളുണ്ട്. ക്രാബ് ആപ്പിൾസ് ഓർ ബീഡ്സ് അല്ലെങ്കിൽ സ്പൈഡർ ക്ലൈംബ് ചെയ്ത് എല്ലാം കാണാനുള്ള സാധനങ്ങളുണ്ട് എൻ്റെ ഗാർഡനിലെ ടോൾ സൺഫ്ലവേഴ്സ്. ആൾക്കാർ കുറച്ച് നേരം എന്നെ നോക്കി നിന്നിട്ട് മതിയാവുമ്പോൾ ആൾക്കാർ ഈ വക സാധനങ്ങളോട്ട് നോക്കിയിട്ടുണ്ട്. തിങ്സ്, ഈ വക സാധനങ്ങൾ. ലാംബ് പറയും ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്, നമ്മളുടെ മനസ്സ്. ഹൗ വി ടേക്ക് ഇറ്റ്. ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, വാട്ട്സ് ദാറ്റ് സപ്പോസ് ടു മീൻ? ഡെറി ചോദിക്കും. ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റിൻ്റെ കഥ അറിയാമല്ലോ. അപ്പം മിസ്റ്റർ ലാംബ് നീ പറ. അപ്പോൾ ഡെറി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും എനിക്കതൊന്നും അറിയുന്നില്ല എന്ന്. ഞാൻ ആ കഥ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് വാട്ട് യു ലുക്ക് ലൈക്ക്, ഇറ്റ്സ് വാട്ട് യു ആർ ഇൻസൈഡ്. അതല്ലേ നിങ്ങൾ പറഞ്ഞു വന്നത്? ഹാൻസം ഈസ് ആസ് ഹാൻസം ഡസ്. ആരാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർ നമ്മൾ നല്ല വ്യക്തികളായിട്ട് കണക്കാക്കും. ആരാണോ പൊട്ടക്കാര്യം ചെയ്യുന്നത് അയാൾ എത്ര ഭംഗിയുള്ളവനാണെങ്കിലും നമ്മൾ അവരെ മൈൻഡ് ചെയ്യില്ല. ആൻഡ് ബ്യൂട്ടി, ഒരു ബീസ്റ്റിനെ ലവ് ചെയ്ത ബ്യൂട്ടി ആ ബീസ്റ്റിന് കിസ് ചെയ്യുമ്പം ആ ബീസ്റ്റ് ഒരു ഹാൻസം പ്രിൻസായി മാറും. അങ്ങനത്തെ കഥയല്ലേ, ഞാനങ്ങനെയൊന്നും മാറാനൊന്നും പോകുന്നില്ല. അപ്പം ലാംബ് ചോദിക്കുമ്പോൾ ഇൻ വാട്ട് വേ നോ യു വോണ്ട്, ഇൻ ദാറ്റ് വേ നോ യു വോണ്ട്. അങ്ങനെ ആ കഥയിലുള്ള പോലെ ശരി നീ ചിലപ്പം മാറിയെന്ന് വരില്ല, അത് സത്യം തന്നെയാണ്, അതൊരു കഥയാണ്. അപ്പം ഡെറി ചോദിക്കും ആൻഡ് നോ വൺ, ഡെറി പറയും നോ വൺ വിൽ കിസ് മീ എവർ, only my mother, and she kisses me on the other side of my face, and I don't like my mother to kiss me. She does it because she has to, because I am her son. Why should I like that? I don't care if nobody ever kisses me. So ഡെറി ആഘാതായിട്ട് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മ പോലും എന്നെ ഉമ്മ വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അമ്മ എന്നെ ഉമ്മ വയ്ക്കുന്നത് എൻ്റെ പൊള്ളാത്ത സ്ഥലത്താണ്, എൻ്റെ പൊള്ളാത്ത ഫേസിൻ്റെ ഭാഗത്താണ് എൻ്റെ അമ്മ എന്നെ ഉമ്മ വയ്ക്കാറ്. എൻ്റെ അമ്മയെ പോകൊണ്ട് അവരെനിക്ക് ഉമ്മ തരുന്നു, എനിക്കിഷ്ടമല്ല. ആരും എന്നെ കിസ്സും ചെയ്യേണ്ട, എനിക്കൊന്നും താല്പര്യമില്ല. അപ്പം ലാംബ് ചോദിക്കും ബട്ട് യു ഡു കെയർ ഇഫ് യു നെവർ കിസ് ദെം? വാട്ട്? ഗേൾസ്, pretty girls, long hair and large eyes, people you love. Who would let me? No one. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരിക്കലും ഒരു ഗേൾ ഫ്രണ്ട് ഒന്നും ഉണ്ടാവില്ല, ഒരു ഗേൾസും എൻ്റെ അടുത്തോട്ട് വരില്ല. അപ്പോൾ ലാംബ് ചോദിക്കും ആർക്ക് പറയാൻ പറ്റും? ക്യാൻ ടെൽ. അപ്പോൾ ഡെറി പറയും ഐ വോണ്ട് എവർ ലുക്ക് ഡിഫറെൻറ്റ്. ഞാൻ ഒരിക്കലും ഇതിൽ നിന്നും എനിക്ക് മോചനമില്ല.
When I'm as old as you, I will look the same. ഞാൻ നിങ്ങളുടെ പ്രായമായാലും എൻ്റെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കില്ല, എൻ്റെ മുഖത്തിന് ഒരു മാറ്റവും വരുത്തില്ല. ഐ സ്റ്റിൽ ഓൺലി ഹാവ് ഹാഫ് ദ ഫേസ്. എനിക്ക് പകുതി മുഖമേ നല്ലതുണ്ടാവുള്ളൂ, പകുതി മുഖം മൊത്തം പൊള്ളിയതാണ്. അപ്പോൾ മിസ്റ്റർ ലാം പറയും, സോ യു വിൽ, ബട്ട് ദ വേൾഡ് ഗോട്ട് എ ഹോൾ ഫേസ് ആൻഡ് ദ വേൾഡ് ഈസ് ദെയർ ടു ബി ലുക്ക്ഡ് അറ്റ്. ശരിയാണ്, എല്ലാവരും നിന്നെ മാത്രം നോക്കി നിൽക്കാനുള്ള പോകുന്നത്. ഈ ലോകത്ത് മുഴുവനായിട്ടും കാണാൻ വേറെ കുറേ നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാരവിടെ കാര്യം നോക്കി പോയിക്കോളും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് ലാമ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡെറി പറയും, നിങ്ങളുടെ വിചാരം എന്താ, ഈ ഒരു ഗാർഡനാണ് ലോകം എന്നാണോ ചോദിക്കും. മിസ്റ്റർ ലാമ്പ് പറയും, ഞാൻ ഇവിടെ ഉള്ളത്തോളം കാലം എൻ്റെ ഈ ലോകം എന്ന് പറയുന്നത് എൻ്റെ ഈ ഗാർഡനും എൻ്റെ ഈ വീടുമാണ്, ഇവിടെ വരുന്ന കുട്ടികളാണ്. ഡസ് യു ലെഗ് ഹേർട്ട്? അപ്പം ചോദിക്കും, നിങ്ങളുടെ കാല് വേദനിക്കാറുണ്ടോ? അപ്പം മിസ്റ്റർ ലാമ്പ് പറയും, ടിൻ ഡസ് നോട്ട് ഹേർട്ട് ബോയ്, വെൻ ഇറ്റ് കെയിം ഓഫ് ഡിഡേറ്റ്. അപ്പം ഇത് റോ ഓഫ് ആയി പോയ സമയത്ത് നിങ്ങൾക്ക് വേദനിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡെറി. അപ്പം ഞാൻ പറയും, സേർട്ടൻലി, അതാർക്കായാലും വേദനിക്കില്ലേ. ഇപ്പോഴോ, ഐ മീൻ ഈ ടിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ സ്കിന്നോട് മുട്ടിയിരിക്കുമ്പോൾ വേദനിക്കാറുണ്ടോ? അപ്പോൾ ലാമ്പ് പറയും, ചിലപ്പോഴൊക്കെ വേദനിക്കാറുണ്ട്, പ്രത്യേകിച്ച് വെറ്റ് വെതറിൽ, നനവുള്ള ഹ്യൂമിഡ് വെതറിൽ അല്ലെങ്കിൽ റെയിനി സീസണിൽ. പക്ഷേ അതൊന്നും കാര്യമില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഐ ഡോണ്ട് ഗിവ് ഇറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. ഡെറി ചോദിക്കും, ഓ ദാറ്റ് സംതിങ് എൽസ് ദേ ഓൾ സേ, ലുക്ക് അറ്റ് ഓൾ ദോസ് പീപ്പിൾ ഹു ആർ ഇൻ പെയിൻ ആൻഡ് ബ്രേവ് ആൻഡ് നെവർ ക്രൈ ആൻഡ് നെവർ കംപ്ലെയിൻ ആൻഡ് ഡോണ്ട് ഫീൽ സോറി ഫോർ ദംസെൽവ്സ്. അപ്പം ആൾക്കാർ ജനറലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഡെറി കളിയാക്കുന്ന രീതിയിൽ പറയും. ആൾക്കാർ എങ്ങനെയാണല്ലോ ചിലർ പറയുന്നത്, നിന്നെക്കാട്ടിലും കഷ്ടപ്പാട് സഹിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്, നിന്നെക്കാട്ടിലും പെയിൻ സഹിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്, അവരൊന്നും ഒരിക്കലും കംപ്ലെയിൻ ചെയ്യാറില്ലല്ലോ, ദേ ഡോണ്ട് ഫീൽ സോറി ഫോർ ദം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ സൂചിപ്പിക്കാറുണ്ട്, എനിക്കറിയാം. അപ്പോൾ മിസ്റ്റർ ലാമ്പ് പറയും, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഡെറി പറയും, ആൻഡ് think of all those people worse off than you. Think you might have been blinded or born deaf or have to live in a wheelchair or be daft in your head and dribble. അപ്പം ആൾക്കാർ ഇങ്ങനെ പല 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 കാര്യങ്ങൾ പറയും. നിനക്ക് കണ്ണ് എങ്കിലും ദൈവം തന്നല്ലോ, കണ്ണില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. നിനക്ക് ചെവി കേൾക്കാമല്ലോ, ചെവി കേൾക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ പല റീസൺസും തരാറുണ്ടെന്നുള്ളത് ഡെറി വ്യക്തമാക്കുന്നു. അതൊക്കെ ശരിയല്ലേ, അവർ പറയുന്നതൊക്കെ ശരിയല്ലേ എന്ന് ലാമ്പ് ചോദിക്കും. ഡെറി പറയും, ഇറ്റ് വോണ്ട് മേക്ക് മൈ ഫേസ് ചേഞ്ച്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മുഖം ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് 2 സ്ത്രീകൾ എന്നെ കണ്ട ഉടനെ അവർ പരസ്പരം എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അതിനകത്തുനിന്ന് ഞാൻ കേട്ടത് ഇത്രയാണ്, ലുക്ക് അറ്റ് ദാറ്റ്സ് ടെറിബിൾ തിങ്, ദാറ്റ് ഫേസ് ഓൺലി എ മദർ കുഡ് ലവ്. ഒരു അമ്മയ്ക്ക് മാത്രമേ ആ ഒരു മുഖത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പരസ്പരം പറഞ്ഞത്. അപ്പം ഡാം ചോദിച്ചു, യു ബിലീവ് എവറിത്തിങ് യു ഹിയർ ദെൻ? ഈ ആൾക്കാർ പറയുന്നതൊക്കെ വിശ്വസിച്ചെങ്കിൽ നടക്കുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഡെറി പറയും, ഓൺലി ഐ ഹേർഡ് ഇറ്റ്, ഞാൻ മാത്രമേ അത് കേട്ടുള്ളൂ, അപ്പോൾ പിന്നെ എനിക്ക് വിഷമം തോന്നില്ലേ. അങ്ങനെയാണ് പറയുന്നത്. അത് വളരെ ക്രൂവലായിരുന്നു, അവർ പറയുന്നത് വളരെ ക്രൂവലായിരുന്നു. അപ്പോൾ ലാമ്പ് പറയും, മേ നോട്ട് മെൻസ് ആസ് സച്ച്, സംതിങ് സെറ്റ് ബിറ്റ്വീൻ ദം. അത്രയ്ക്കൊന്നും ക്രൂവലായിട്ടൊന്നും അല്ലായിരിക്കും അവർ പറഞ്ഞത്, അവർ പരസ്പരം ഒരു വിഷമം പങ്കുവെച്ചതായിരിക്കാം എന്ന് പറയും. അപ്പോൾ ഡെറിക്ക് അതൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഡെറി പറയും, ഓ നോ, ഐ ഹാവ് ഹേർഡ് എ ലോട്ട് ഓഫ് തിങ്സ്. അത് മാത്രമല്ല, ഞാൻ പലതും കേട്ടിട്ടുണ്ട് ആൾക്കാർ എന്നെ കണ്ടിട്ട് പറയുന്നത്. സോ നൗ യു കീപ് യുവർ ഇയേഴ്സ് ഷട്ട്. അപ്പോൾ ഡെറി പറയും, ലാമ്പ് പറയും, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഇനി മേലാത്തം നീ ആൾക്കാരെ കാണുമ്പോൾ നിൻ്റെ ചെവി ഇങ്ങനെ പൊട്ടിപ്പിടിച്ചു, അവർ പറയുന്നതൊന്നും കേൾക്കണ്ട. യു ആർ പെക്യൂലിയർ, യു സേ പെക്യൂലിയർ തിങ്സ്, യു ആസ്ക് ക്വസ്റ്റ്യൻസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യനാണ്, നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതന്നെയില്ല. മിസ്റ്റർ ലാമ്പ് പറയും, ഐ ലൈക്ക് ടു ടോക്ക്, ഹാവ് കമ്പനി, യു ഡോണ്ട് ഹാവ് ടു ആൻസർ ക്വസ്റ്റ്യൻസ്, യു ഡോണ്ട് ഹാവ് ടു സ്റ്റോപ്പ് ഹിയർ അറ്റ് ഓൾ, ദ ഗേറ്റ് ഇസ് ഓപ്പൺ. അപ്പം ലാമ്പ് പറയും, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടമാണ്, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ നീ പറയണ്ട, ഇതാ ഗേറ്റ് തുറന്നെടുക്കുക, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നില്ലെങ്കിൽ നീ വയ്ക്കുമോ. ഡെറി പറയും, യെസ്, ബട്ട് ഐ ഹാവ് എ hive of bees behind those trees over there. Some hear bees and they say bees buzz. But when you listen to bees for a long time, they hum. And hum means sing. I hear them singing, my bees. So, എനിക്ക് വീടിൻ്റെ ആ ട്രീസിൻ്റെ ബാക്കിലായിട്ട് എനിക്കൊരു ബീ ഹൈവ് ഉണ്ട്. അവിടെ
ബീസ് പാട്ട് പാടുന്നത് എനിക്ക് കേൾക്കാം, അല്ലെങ്കിൽ എനിക്ക് അവർ പാട്ട് പാടുന്നു എന്ന് പറയുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നു. ഡെറി പറയും, ബട്ട് ഐ ലൈക്ക് ഇറ്റ് ഹിയർ. ഐ കെയിം ഇൻ ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ് വെൻ ഐ ലുക്ക്ഡ് ഓവർ ദ വാൾ. എനിക്കിവിടെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പുറത്തുനിന്ന് നോക്കി എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ കയറിയത്. ഇഫ് യു ഹാഡ് സീൻ മീ യു വുഡ് നോട്ട് ഹാവ് കമ്മിങ്. അപ്പോൾ ഡെറി ലാമ്പ് പറയുകയാണ്, നീ എന്നെ കണ്ടായിരുന്നെങ്കിൽ നീ കയറില്ലായിരുന്നു അല്ലേ? ആ ശരിയാണ്, ഞാൻ കയറില്ലായിരുന്നു. it would have been trespassing. അങ്ങനെയാണെങ്കിൽ it would have been trespassing. ആരുടെയും അനുവാദം കൂടാതെ ഞാൻ ജസ്റ്റ് കയറിയിട്ടങ്ങ് ഇറങ്ങിപ്പോയിന്. that's not why. തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് നേരെ ഗേറ്റിലൂടെ വരായിരുന്നു, എന്തിനാ നീ മതിൽ ചാടി വന്നേ? Then I don't like being near people when they stare, when I see them being afraid of. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല. അവരെന്നെ കാണുമ്പോൾ അവർ പേടിക്കുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമല്ല. യു കുഡ് ലോക്ക് യുവർ സെൽഫ് അപ്പ് ഇൻ എ റൂം ആൻഡ് നെവർ ലീവ് ഇറ്റ്. എനിക്ക് കാര്യങ്ങൾ ചെയ്യാം, നീ ഒരു കാര്യം ചെയ്യും, വീടിനുള്ളിൽ തന്നെ ഇരുന്നു, ആ മുറിക്കുള്ളിൽ നിന്ന് എങ്ങും ഇറങ്ങണ്ട. ദെർ വാസ് എ മാൻ ഹു ഡിഡ് ദാറ്റ്. ഒരാളുണ്ടായിരുന്നു അങ്ങനെ ചെയ്തയാൾ. ഹി വാസ് അഫ്രേഡ് യു സീ ഓഫ് എവറിത്തിങ്. എല്ലാത്തിനോടും പേടിയായിരുന്നു. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്, എല്ലാം അയാൾക്ക് പേടിയായിരുന്നു. ബസ് വന്നിടിച്ചാലോ, അല്ലെങ്കിൽ ജേംസ് എൻ്റെ ദേഹത്ത് കയറിയാലോ, അല്ലെങ്കിൽ ഒരു ഡോങ്കി എന്നെ കിക്ക് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിങ് എന്നെ സ്ട്രൈക്ക് ചെയ്താലോ, ഓർ ഹി മൈറ്റ് ലവ് എ ഗേൾ ആൻഡ് ദ ഗേൾ വുഡ് ലീവ് ഹിം. പ്രണയ നൈരാശ്യമുണ്ടായാലോ, ഇങ്ങനെ പല കാര്യത്തിലും പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹി വെന്റ് ടു ഹിസ് റൂം ആൻഡ് ഹി ലോക്ക്ഡ് ഹിസ് ഡോർ ആൻഡ് ഹി ഗോട്ട് ഇൻ ടു ഹിസ് ബെഡ് ആൻഡ് സ്റ്റേഡ് ദെയർ. കുട്ടികൾ ചോദിച്ചു, അങ്ങനെ ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിച്ചോ? അപ്പോൾ ഞാൻ പറയും, കുറച്ച് നാളത്തേന്. അപ്പോൾ പിന്നെ എന്ത് പറ്റി? അയാളുടെ തലയുടെ മുകളിലിരുന്ന് വലിയൊരു ഫ്രെയിമുള്ള പിക്ചർ അയാളുടെ തലയിൽ വീണു, അയാൾ മരിച്ചു. അത് കേൾക്കുമ്പോൾ ഡെറി ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പോൾ ലാമ്പ് പറയും, യു സീ ബട്ട് യു സ്റ്റിൽ സേ പെക്യൂലിയർ തിങ്സ്. അപ്പം കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കൂട്ടി വെച്ചാലും വരണ്ടൽ, എവിടെ നമ്മളിരുന്നാലും വരണ്ട സാധനം വരണ്ടടുത്ത് വെച്ച് വരും. സോ ഡെറി പറയും, നിങ്ങൾ ഭയങ്കര പെക്യുലറായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയും, ചില ആൾക്കാർക്ക് എൻ്റെ വർത്തമാനം കുറച്ച് പെക്യുലറായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഡെറിക്ക് ഇൻട്രസ്റ്റ് ആയി ആളോട് സംസാരിക്കുമ്പോൾ. ഡെറി ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ എല്ലാ ദിവസം മൊത്തം ചെയ്യുന്നത്? അപ്പോൾ ലാമ്പ് പറയും, സിറ്റ് ഇൻ ദ സൺ, റീഡ് ബുക്സ് ആൻഡ് യു തോട്ട് ഇറ്റ് വാസ് എൻ എംപ്റ്റി ഹൗസ് ബട്ട് ഇൻസൈഡ് ഇറ്റ്സ് ഫുൾ ബുക്സ് ആൻഡ് അതർ തിങ്സ്. എനിക്ക് കുറേ സാധനങ്ങളുണ്ട് ചെയ്യാൻ. ബുക്ക് വായിക്കും, ഗാർഡനിങ് ചെയ്യും, പിന്നെ സണ്ണിലിരുന്നിട്ട് കുറച്ച് നേരം എൻ്റെ വാംത്ത് അനുഭവിക്കും. ഡെറി ബട്ട് ദെയർ ആരൻറ്റ് എനി കർട്ടൻസ് അറ്റ് ദ വിൻഡോസ്. പക്ഷെ കർട്ടൻസ് ഒന്നും ഇല്ലല്ലോ വിൻഡോസിൽ. ഐ എം നോട്ട് ഫോണ്ട് ഓഫ് കർട്ടൻസ്. ഷട്ടിങ് തിങ്സ് ഔട്ട്, ഷട്ടിങ് തിങ്സ് ഇൻ. ഐ ലൈക്ക് ദ ലൈറ്റ് ആൻഡ് ദ ഡാർക്ക്നെസ് ആൻഡ് ദ വിൻഡോസ് ഓപ്പൺ ടു ഹിയർ ദ വിൻഡ്. എനിക്കിങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് സൂര്യപ്രകാശം വേണം, ഇരുട്ട് വേണം, കാറ്റ് വേണം, എല്ലാം വേണം എന്ന് ലാമ്പ് പറയും. ഡെറി, യെസ് ഐ ലൈക്ക് ദാറ്റ്. വെൻ ഇറ്റ്സ് റെയിനിങ് ഐ ലൈക്ക് ടു ഹിയർ ഇറ്റ് ഓൺ ദ റൂഫ്. അപ്പോൾ ഡെറിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പറയും, എനിക്കും ഇഷ്ടമാണ്, എനിക്ക് മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മഴ ഇങ്ങനെ റൂഫിന് മുകളിൽ വീഴുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ യു ആർ നോട്ട് ലോസ്റ്റ്, ആർ യു? നോട്ട് ഓൾ ടുഗെദർ. യു ഡു ഹിയർ തിങ്സ്, യു ലിസൺ. അപ്പം നീ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയിട്ടില്ല, നിനക്ക് കുറച്ച് ബോധമൊക്കെ ഉണ്ട്, നിനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കും ലാമ്പ്. ഡെറി പറയും, they talk about me downstairs. When I'm not there, what will he ever do? What's going to happen to him when we have gone? However will he get on in this world looking like that, with that on his face? That's what they say. So now he's talking about his parents. അവൻ പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മളുടെ കാലശേഷം ഇവൻ്റെ കാര്യം ആര് നോക്കും, ആരവനെ അക്സെപ്റ്റ് ചെയ്യും, ഇങ്ങനത്തെ സങ്കടപരമായ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, ലോർഡ് ബോയ്, യു ഹാവ് ഗോട്ട് 2 arms, 2 legs, eyes and ears. You have got a tongue and a brain. You will get on the way you want like all the rest. And if you choose and set your mind to it, you could get on better than all the rest. നിനക്ക് എല്ലാം ഉണ്ട്. നിൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് ആസിഡ് കാരണം ബേൺ ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർ നേടിയെക്കാട്ടി കൂടുതൽ നിനക്കുള്ള സൗകര്യം അല്ലെങ്കിൽ നിനക്കുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് നിനക്ക് നേടാൻ സാധിക്കും. ഡെറി ചോദിക്കും, എങ്ങനെ? അപ്പോൾ ലാമ്പറും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഡെറി ചോദിക്കും, ഡു യു ഹാവ് ഫ്രണ്ട്സ്? നെക്സ്റ്റ് ലാമ്പറും, എനിക്ക് 100 കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്. But you live by your house here alone. It's big and you are alone and you say you have hundreds of friends. So Mr. Lamb പറയും,
Friends everywhere. People come in, everybody knows me, the gate is always open. They come and sit here and in front of the fire in winter. Kids come for the apples and pears and for toffee. I make toffee with honey. Anybody comes, so you. നീ വരുന്ന പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നു പോകാറുണ്ട്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഡെറി പറയും, പക്ഷെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലല്ലോ, നമ്മൾ ഇന്നല്ലേ മീറ്റ് ചെയ്യുന്നത്. Certainly you are. So far as I am concerned, what have you done to make me think you are not? എനിക്ക് നീ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് തോന്നിയത്. നീ എൻ്റെ ഫ്രണ്ട് എന്താണോ എനിക്ക് പറയാനും മാത്രം നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. യു ഡോണ്ട് നോ മീ, യു ഡോണ്ട് നോ വെയർ ഐ കം ഫ്രം ഓർ ഈവൻ വാട്ട് മൈ നെയിം ഇസ്. ഞാൻ ആരാണെന്നോ എന്താണെന്നോ എവിടുന്ന വരുന്നത് നിങ്ങൾക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഫ്രണ്ട് എന്ന് വിളിക്കുന്നതെന്നാണ് ഡെറി ചോദിക്കുന്നത്. അപ്പോൾ ലാബ് പറയും, വൈ ഷുഡ് ദാറ്റ് സിഗ്നിഫൈ? ഡു ഐ ഹാവ് ടു റൈറ്റ് ഓൾ പെർട്ടിക്കുലേഴ്സ് down and put them in a filling box before you can be a friend? ഞാനിതിനതൊക്കെ അറിയില്ലേ. ഞാനും നീയും സംസാരിച്ചു, നമ്മൾ പരസ്പരം കുറേ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു, നമ്മൾ ഫ്രണ്ട്സായി. നിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അറിയണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. ഡാഡി, ഐ സപ്പോസ് നോട്ട്. നോ, ശരിയാണ്. എന്നാലും you could tell me your name if you chose and not if you did not. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് നിൻ്റെ പേര് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാതെ ഇരിക്കാം. ഡാഡി, only it's Derek, but I hate that. Derek, if I'm your friend, you don't have to be mine. I choose that. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, ബട്ട് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. യു ഡോണ്ട് ഹാവ് ടു ബി മൈ ഫ്രണ്ട്. സർട്ടൻലി. ലാബറും, തീർച്ചയായിട്ടും എനിക്ക് നിന്നെ ഫ്രണ്ടാക്കാം, എനിക്ക് എന്നെ ഫ്രണ്ടാക്കാതിരിക്കാം. നോ പ്രോബ്ലം. ഡെറി പറയും, ഐ മൈറ്റ് നെവർ കം അഗെയിൻ ഹിയർ. യു മൈറ്റ് നെവർ സീ മീ അഗെയിൻ. ദെൻ ഐ കുഡൻ സ്റ്റിൽ ബി എ ഫ്രണ്ട്. സോ ഞാൻ വന്നു, നമ്മൾ സംസാരിച്ചു പോയി. നീ സുഖം വന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്? അപ്പോൾ മിസ്റ്റർ ലാംസ്, വൈ നോട്ട്? അപ്പോൾ ഡെറി പറയും, ഹൗ കുഡ് ഐ? യു പാസ് പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് യു മൈറ്റ് എവർ സ്പീക്ക് ടു ദം, ബട്ട് യു നെവർ സീ ദം അഗെയിൻ. ഇറ്റ് ഡസൻറ്റ് മീൻ ദേ ആർ യുവർ ഫ്രണ്ട്സ്. നമ്മൾ 100 കണക്കിന് ആൾക്കാരെ ചിലപ്പോൾ ഒരു ദിവസം സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ കാണും, ചിലപ്പോൾ അവരോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവും. ഒരു പ്രാവശ്യം സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേനും മിസ്റ്റർ ലാംബറിൻ, ഡസൻറ്റ് മീൻ ദിയർ എനിമീസ് ഈതർ ഡസ് ഇറ്റ്. പക്ഷെ അവർ നമ്മുടെ എനിമീസും അല്ലല്ലോ. ഫ്രണ്ട്സ് അല്ല, ശരി, എനിമീസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നോ, ദി ആർ ജസ്റ്റ് നത്തിങ് പീപ്പിൾ, ദാറ്റ്സ് ഓൾ. അല്ല, പക്ഷെ അവർ ഫ്രണ്ട്സും അല്ല, എനിമീസും അല്ല, ആരോ ആൾക്കാർ, അങ്ങനെയല്ലേ? മിസ്റ്റർ ലാംബറിൻ, പീപ്പിൾ ആർ നെവർ ജസ്റ്റ് നത്തിങ്. നെവർ. അങ്ങനെ നമ്മളൊരിക്കലും പറയരുത്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം സംസാരിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അവരോടൊരു പരിചയം ഉണ്ടായില്ലേ. സോ ഡോണ്ട് സേ ദാറ്റ് ദി ആർ നത്തിങ്. There are some people I hate. അപ്പോൾ ഡെറി പറയണേ, എനിക്ക് കുറച്ച് ആൾക്കാരെ ഇഷ്ടമല്ല. അപ്പോൾ മിസ്റ്റർ ലാബ് പറയും, that would do you more harm than any bottle of acid. Acid only burns your face. സോ മിസ്റ്റർ ലാബ് പറയും, അങ്ങനത്തെ ഒരു ഹേറ്റ്രഡ് മനസ്സിൽ കൊണ്ടുവരുന്ന നിൻ്റെ മുഖത്തിനെ ആസിഡ് എഫക്റ്റ് ചെയ്തേക്കാട്ടി കൂടുതലും നിന്നെ ആ ഒരു ഹേറ്റ്രഡ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡെറി ചോദിക്കും, ഓൺലി ആസിഡ് ഹാസ് ജസ്റ്റ് ബേൺഡ് മൈ ഫേസ്, ഓൺലി ബേൺഡ് മൈ ഫേസ്. അപ്പോൾ മിസ്റ്റർ ലാംബറിൻ, ലൈക്ക് എ ബോംബ് ഓൺലി ബ്ലൂ മൈ ലെഗ്. ഒരു ബോംബ് എൻ്റെ കാലെടുത്ത പോലെ ഒരു ആസിഡ്, കുറച്ച് ആസിഡ് നിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം സ്കാറാക്കി. ദെയർസ് വേഴ്സ് തിങ് ക്യാൻ ഹാപ്പൻ. യു ക്യാൻ ബേൺ യുവർ സെൽഫ് അറ്റ് ദി ഇൻസൈഡ്. നിൻ്റെ ഉള്ളിൽ കൊള്ളാമായിരുന്നു. എനിക്ക് ബോംബിൽ ഇതിലും വലിയ നഷ്ടം വരായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ ഡെറി, ആഫ്റ്റർ ഐ ഹാവ് കം ഹോം, one person said he would have been better off stopping in there in the hospital. He would be better off with others like him. She thinks blind people only ought to be with other blind people and idiot boys with idiot boys. So അവനവൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. എനിക്കിങ്ങനെ സംഭവിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ലേഡി വന്ന് എൻ്റെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്നെപ്പോലെയുള്ള കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് എന്നെ ആക്കുന്നതാവും എനിക്ക് നല്ലത്. അവരുടെ വിചാരം ബ്ലൈൻഡ് ആൾക്കാരുടെ കൂടെ തന്നെ ജീവിക്കണം, അതേപോലെ തന്നെ ബോധമില്ലാത്ത ബോയ്സുമാരുടെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് അവർ പറഞ്ഞു വന്നത്. മിസ്റ്റർ ലാംബ് പറയും, ആൻഡ് പീപ്പിൾ വിത്ത് നോ ലെഗ്സ് ഓൾ ടുഗെദർ. അപ്പം ഞാൻ കാലില്ലാത്ത കൂടെ ജീവിക്കണം എന്നാണോ പറയുന്നത്? അപ്പോൾ ഡെലിവർ, ഞാൻ ദാറ്റ് ഈസ് റൈറ്റ്. വാട്ട് കൈൻഡ് ഓഫ് എ വേൾഡ് വുഡ് ദാറ്റ് ബി? അതെങ്ങനത്തെ വേൾഡായിരിക്കും നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ? ഡെറി ഇപ്പോൾ പറയും, അറ്റ്ലീസ്റ്റ് ദെയർ വിൽ ബി നോബഡി ടു സ്റ്റെയർ അറ്റ് യു ബിക്കോസ് യു വെറന്റ് ലൈക്ക് ദെം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരേപോലെ ഇരിക്കുന്നുണ്ട്, ആരും നമ്മൾ തുറച്ചു നോക്കില്ലല്ലോ. So Mr. Lambarim, so you think that you are just the same as all the other people with bone faces just by what you look like? Everything is different. Everything is the same, but everything is different itself. സോ നിൻ്റെ വിചാരം എന്താ? നിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം
ആസിഡ് വീണ് പൊള്ളിന്ന് വിചാരിച്ചിട്ട് ബാക്കി പൊള്ളലേറ്റ മനുഷ്യർക്കും നീയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡാഡി ചോദിക്കും, ഹൗ ഡു യു മേക്ക് ഓൾ ദാറ്റ് ഔട്ട്? എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വാച്ചിങ്, ലിസ്ണിങ്, തിങ്കിങ്. നിൻ്റെ മുഖത്ത് നിനക്ക് സ്കാറുണ്ട്, പക്ഷെ നിനക്ക് വേറെ കഴിവുകളുണ്ടാവും, മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും കഴിവുകൾ നിനക്കുണ്ടാവും. അങ്ങനെ പറയുമ്പോഴാണ് ഡാഡി ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ മിസ്റ്റർ ലാംബറിയും, ഞാൻ ആൾക്കാരെ വാച്ച് ചെയ്യും, ഞാൻ ആൾക്കാരെ പറയുന്നത് കേൾക്കും, ഞാൻ പണ്ടും ചിന്തിക്കും. അപ്പോൾ ഡാഡി ചോദിക്കും, ഐ വുഡ് ലൈക്ക് എ പ്ലേസ് ലൈക്ക് ദിസ്, എ ഗാർഡൻ. ഐ വുഡ് ലൈക്ക് എ ഹൗസ് വിത്ത് നോ കർട്ടൻസ്. അപ്പോൾ ഡാഡിക്ക് പതുക്കെ മിസ്റ്റർ ലാമ്പിൻ്റെ സറൗണ്ടിങ്ങും മിസ്റ്റർ ലാമ്പിൻ്റെ വീടും ഒക്കെ ഇഷ്ടമായി തുടങ്ങും. എന്നിട്ട് മിസ്റ്റർ ലാമ്പിനോട് പറയുകയാണ്, എനിക്കും ഇങ്ങനത്തെ വീട് വേണം, ഇങ്ങനെ കർട്ടനില്ലാത്തൊരു ഹൗസ് വേണം എന്നൊക്കെ പറയും. ആൻഡ് ദ ഗേറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ബട്ട് അത് എൻ്റെ പേരിലല്ലല്ലോ, ഇത് എനിക്കല്ലല്ലോ, നിങ്ങളുടെ വീടല്ലേ. ബട്ട് ദിസ് ഇസ് നോട്ട് മൈ ഹൗസ്, ഇറ്റ്സ് യുവർ ഹൗസ്. ഐ വോണ്ട് ടു ഓൺ എ ഹൗസ് ലൈക്ക് ദിസ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ഡാഡി പറയും. മിസ്റ്റർ ലാമ്പ് പറയും, എവറിത്തിങ് ഈസ് യുവേഴ്സ് ഇഫ് യു വാണ്ട്. വാട്ട് ഈസ് മൈൻ ഈസ് എനിബഡീസ്. എനിക്കുള്ളതൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, നീ എപ്പോൾ വേണമെങ്കിലോട് വന്നോ. ഡാഡി, സോ ഐ കുഡ് കം ഹിയർ അഗൈൻ ഈവൻ ഇഫ് യു വെൻ ഔട്ട്, ഐ കുഡ് കം ഹിയർ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് വരാമോ, ഇവിടെ വന്നിങ്ങനെ ഇരിക്കാമോ? മിസ്റ്റർ ലാമ്പ്, സർട്ടൻലി യു മൈറ്റ് ഫൈൻഡ് അതേഴ്സ് ഹിയർ ഓഫ് കോഴ്സ്. പക്ഷെ നീ വരുമ്പോൾ ഇവിടെ വേറെ പലരൊക്കെ ഉണ്ടായിന്ന് വരാം. ഡാഡി, ഓ അങ്ങനെയാണല്ലേ. ദാറ്റ് നീഡ് നോട്ട് സ്റ്റോപ്പ് യു, യു നീഡ്ന്റ് മൈൻഡ്. സാരമില്ല, ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നോട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിനക്ക് ഞാൻ ഇവിടെ വരാനുള്ളൊരു അനുവാദം തന്നിട്ടുണ്ട്, നീ വന്നോ. ഡാഡി, ഇറ്റ് വുഡ് സ്റ്റോപ്പ് ദെൻ. ഞാൻ വന്നോളാം, പക്ഷെ ഞാൻ വരുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇവിടെ വരാണ്ടാവും. ദേ വുഡ് മൈൻഡ്. അവർ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യും, അതായത് ഞാൻ വരുന്നതുകൊണ്ട് അവർ വരാണ്ടാവും. വെൻ ദേ സോ മീ ഹിയർ ദേ ലുക്ക് അറ്റ് മൈ ഫേസ് ആൻഡ് റൺ. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ട് പേടിച്ചു തിരിച്ചു ഓടിപ്പോകും. അപ്പോൾ മിസ്റ്റർ ലാമ്പ് പറയും, ദേ മൈറ്റ് നോട്ട്. You would have to take the risk. So would they. അപ്പോൾ ലാമ്പ് പറയും, ചിലപ്പോൾ ഓടിപ്പോവും, ചിലപ്പോൾ ഓടിപ്പോവില്ല. അത് നീ ആൾക്കാരെ ഫേസ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നിനക്കത് മനസ്സിലാവുള്ളൂ. ഡാഡി, നോ, you would. You might have me and lose all your other friends because nobody wants to stay near me if they can help it. അപ്പം ഡാഡി പറഞ്ഞാൽ, ഇല്ല, ഞാൻ ഒരാളിവിടെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും കൂടെ വരാണ്ടാവും. കാരണം ആർക്കും എൻ്റെ അടുത്ത് ഞാനുള്ളിടത്ത് എൻ്റെ പ്രസൻസിൽ ആർക്കും വരാൻ ഇഷ്ടമല്ല. മിസ്റ്റർ ലാം പറയും, ഐ ഹാവ് നോട്ട് മൂവ്ഡ്. ഞാൻ പക്ഷേ ഇവിടുന്ന് മാറിയിട്ടില്ലല്ലോ. നീ വന്നു, നിന്നെ കണ്ട് ഞാൻ ഓടിയില്ലല്ലോ. ഡാഡി, ഇല്ല. Mr. Lamb, when I go down the street, the kids shout, "Lamy Lamb," but they still come into the garden, into my house. It's a game. They are not afraid of me. Why should they be? Because I am not afraid of them. That's why they are not afraid of me. So ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിന്നെ കുറേ പേര് കളിയാക്കും, ലേമി ലാം എന്ന് വിളിക്കുന്ന അതേ കുട്ടികളാണ് എൻ്റെ ഗാർഡനിൽ വരുന്നത്. ഞാൻ അവരോട് മുഖം തിരിക്കാറില്ല, അതുകൊണ്ട് അവരിവിടെ വരുന്നു. Didn't get your leg blown off in a war? Certainly. How will you climb on a ladder and get the crab apples down there? കാര്യം വെച്ചിട്ട് എങ്ങനെയാണ് ഏണിയിൽ കയറിയിട്ട് ക്രാബ് ആപ്പിൾസ് പറിച്ചെടുക്കുന്നത്? ഓ, there's a lot of things I have learned to do and plenty of time for it. Years I take it steady. സോ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു. എൻ്റെ കാലില്ലാണ്ടായപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഞാൻ പതുക്കെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലം വെച്ച് ചെയ്യാൻ പഠിച്ചെടുത്തു എന്നാണ് ലാമ്പ് പറയുന്നത്. If you fell and broke your neck, you could lie on the grass and die. If you were on your own, നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ കാലം വെച്ച് കയറിയാൽ നിങ്ങൾ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വീണ് കിടന്നിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മരിച്ചു എന്ന് വരും. മനസ്സിലാകാം, ശരിയാണ്, ചിലപ്പോൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാം. യു സെഡ് ഐ കുഡ് ഹെൽപ്പ് യു. അപ്പോൾ ഡാഡി പറയും, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ഇഫ് യു വോണ്ട് ടു, എനിക്ക് വേണമെങ്കിൽ. ബട്ട് മൈ മദർ വിൽ വോണ്ട് ടു നോ വെയർ ഐ ആം. It's 3 miles home across the fields. I'm 14, but they still want to know where I am. എൻ്റെ അമ്മയോട് പറയാണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അമ്മ, ഞാൻ 14 വയസ്സായെങ്കിലും ഞാൻ എവിടെ പോകണു, എന്തിനു പോകണു എന്നൊക്കെ അമ്മയ്ക്ക് അറിയണം. അപ്പം മിസ്റ്റർ ലാമ്പ് പറയും, സ്വന്തക്കാരല്ലെങ്കിലും പീപ്പിൾ വെറി. പീപ്പിൾ വെറി അല്ല, പീപ്പിൾ ആർ ഫസ്സി. ദേ ജസ്റ്റ് വോണ്ട് ടു ഇൻ്റർഫിയർ ഇൻ അവർ ലൈഫ്. അപ്പം മിസ്റ്റർ ലാമ്പ് പറയും, ഗോ ബാക്ക് ആൻഡ് ടെൽ ദെം ദാറ്റ് യു ആർ ഹിയർ. ഇറ്റ്സ് 3 miles, 3 മൈൽ എനിക്ക് പോകണമെന്ന് പറയും. അപ്പോൾ മിസ്റ്റർ ലാമ്പ്, ഇറ്റ്സ് ഫൈൻ, ഈവനിങ്, യു ഹാവ് ഗോട്ട് ലെഗ്സ്. പോയിക്കോളൂ, നിനക്ക് കാലില്ലേ, പോയി നടന്ന് വന്നിട്ട് നീ തിരിച്ചു വരൂ.
അപ്പോൾ ഡെറി പറയും once I got home they would never let me come back. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്നെ വരാൻ സമ്മതിക്കില്ല. അപ്പോൾ മിസ്റ്റർ ലാം പറയും once you get home you would never let yourself come back. എനിക്ക് തോന്നുന്നത് നീ ഒരു പ്രാവശ്യം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് നീ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നാണ് തോന്നുന്നത്. ഡെറി പറയും you don't know what I could do. നിങ്ങൾ എന്നെ വാശി പിടിപ്പിക്കണ്ട, നിനക്കറിയില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. No, only you know that. അപ്പോൾ ശരിയാണ്, നിനക്കെന്താ ചെയ്യാൻ പറ്റും, നിനക്കല്ലേ അറിയുള്ളൂ, എനിക്കെങ്ങനെ അറിയാം. ഡെറി ഇഫ് ഐ ചൂസ്, എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ വാശി പിടിച്ചാൽ. അപ്പോൾ മിസ്റ്റർ ലാം പറയും ഇഫ് യു ചൂസ് ഐ ഡോണ്ട് നോ എവറിത്തിങ് ബോയ്, ഐ കാൺ ടെൽ യു വാട്ട് ടു ഡു. അതാണ്, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് എന്തും ചെയ്യാം. അതാണ് മിസ്റ്റർ ലാംബ് ഡെറിയോട് പറയുന്നത്. ദേ ടെൽ മീ ഡു യു ഹാവ് ടു അഗ്രി. പക്ഷേ അവരെന്ത് പറയുന്നു എന്നുള്ളത് നീ എന്തിനാ അത് ചെവികൊള്ളുന്നത്? നിനക്കെന്ത് ചെയ്യാൻ പറ്റുമോ, നിനക്കെന്ത് ചെയ്യാൻ തോന്നുന്നു, നീ അത് ചെയ്യണം. ഐ ഡോണ്ട് നോ വാട്ട് ഐ വാണ്ട്. I want something no one else has got or ever will have. Something just mine, like this garden. I don't know what it is. അപ്പോൾ ഡെറി പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തൊക്കെയോ വേണം, പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഒരു പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഗാർഡൻ വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയുന്നില്ല. യു കുഡ് ഫൈൻഡ് ഔട്ട്. ലാം പറയും നീ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെറി ചോദിക്കുന്നത് എങ്ങനെ? ലാം പറയും വെയിറ്റിംഗ്, വാച്ചിങ്, ലിസ്ണിംഗ്, sitting here and going there. I will have to see to the ways. നീ ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്ന് ഓരോന്ന് കാണുന്ന കേൾക്ക്, ഞാൻ എന്തൊക്കെയാലും എൻ്റെ ബീസിൻ്റെ അടുത്തോട്ട് പോട്ടെ എന്ന് പറയും. Those other people who come here, do they talk to you, ask you things? അപ്പോൾ എന്നെ പോലെ തന്നെ ഇവിടെ ബാക്കി വരുന്ന ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? മിസ്റ്റർ ലാം പറയും some do, some don't. I ask them. I like to learn. എന്നോട് ചിലവർ വന്ന് സംസാരിക്കും, പക്ഷേ എന്നോട് സംസാരിക്കാത്ത ആൾക്കാരുടെ അടുത്തോട്ട് ഞാൻ പോകും. കാരണം എനിക്ക് ആൾക്കാരിൽ നിന്നും പലത് കേൾക്കാനും പഠിക്കാനും ഇഷ്ടമാണ്. I don't believe in them. I don't think anybody ever comes. You are here all by yourself and miserable, and no one would know if you were alive or dead, and nobody cares. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. നിങ്ങളെപ്പറ്റി ആർക്കും വലിയ ചിന്തയൊന്നുമില്ല. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, നിങ്ങൾ മരിച്ചാണോ എന്നൊന്നും ആരും കെയർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ ലാം പറയും യു തിങ്ക് വാട്ട് യു പ്ലീസ്. എനിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ചിന്തിച്ചോ. ഡെറി ഓൾ റൈറ്റ് ദെൻ ടെൽ മീ സം ഓഫ് ദിയർ നെയിം. ശരി, എന്നാൽ നിങ്ങൾ എനിക്ക് ഒരു കാര്യം പറഞ്ഞു. എത്ര പേര് അവിടെ വരുന്നത്, അവരുടെ കുറച്ച് പേരുടെയും പേരെന്ന് പറഞ്ഞു. വാട്ട് ആർ നെയിംസ്? ടോം, ഡിക്ക് ആൻഡ് ഹാരി. ഗെറ്റിംഗ് അപ്പ്, ഐ എം ഓഫ് ഡൗൺ ടു ദ ബീസ്. പേരിൽ എന്തിരിക്കുന്നു? ടോം, ഡിക്ക്, ഹാരി എന്ന് പറഞ്ഞാൽ എഴുന്നേക്കും, എന്നിട്ട് ബീസിൻ്റെ അടുത്തോട്ട് പോകും. I think you are daft, crazy. I think you are just crazy and you are telling crazy things എന്ന് പറയും ഡെറി. മിസ്റ്റർ ലാം that's a good excuse. അവസാനം പറയാനുള്ള എക്സ്ക്യൂസ് നീ കണ്ടെത്തി. What for? You don't talk sense. നിങ്ങൾ ശരിക്കും എന്നോട് പേരൊന്നും പറയുന്നില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചുമന്നോണയാണ്. മിസ്റ്റർ ലാം ഗുഡ് എക്സ്ക്യൂസ് നോട്ട് ടു കം ബാക്ക്. അപ്പോൾ തിരിച്ച് വരാണ്ടിരിക്കാൻ നീ ഒരു കാരണം കണ്ടുപിടിച്ചല്ലോ. ആൻഡ് യു ഹവ് ഗോട്ട് a burnt face and that's other people's excuse. എന്നിട്ട് നീ പറയുന്നത് നിൻ്റെ മുഖത്ത് ഒരു ബേൺ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ നിൻ്റെ അടുത്തോട്ട് വരാത്തത്. നീ തന്നെ സ്വയം ആൾക്കാരുടെ അടുത്തോട്ട് പോകുന്നില്ലല്ലോ. Derek, you are like the others. You like to say things like that. If you don't feel sorry for my face, you are frightened of it. And if you are not frightened, you think I am ugly as a devil. I am a devil, don't you? മുഖത്തിൻ്റെ റെഫറൻസ് വന്നപ്പോൾ ഡെറിക്ക് ദേഷ്യം വന്നു. ഡെറി പറഞ്ഞു യു ആർ ഓൾസോ ലൈക്ക് അതേഴ്സ്. നിങ്ങളിങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് സോറി തോന്നുന്നുണ്ടാവും, സിമ്പതി തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് പേടി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ മുഖം കണ്ടാൽ അഗ്ലിയാണ്, ഞാനൊരു ഡെവിൽ പോലെയാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യും. മിസ്റ്റർ ലാം ഇതൊന്നും റിപ്ലൈ ചെയ്യാണ്ട് ആളുടെ ബിഹൈവിൻ്റെ അടുത്തോട്ട് പോകും. ഡെറി നോ യു ഡോണ്ട്. I like it here. Derry gets up and shouts, I'm going, but I'll come back. You see, you wait, I can run. I haven't got a tin leg. I'll be back. So, ഒരു വാശി പോലെ ഡെറി പറയും, നിങ്ങൾ നോക്കിക്കോ, ഞാൻ തിരിച്ചു വരും. നിങ്ങളെപ്പോലെ എനിക്ക് ടെൻ കാലൊന്നും അല്ലല്ലോ, എനിക്ക് കാലുണ്ട്, ഞാൻ ഓടിപ്പോയി ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഡെറി അവിടെ നിന്ന് മിണ്ടാണ്ട് ഗാർഡനിൽ നിന്ന് ഓടിപ്പോകും. റൈറ്റ്. മിസ്റ്റർ ലാം സ്വയം സംസാരിക്കുകയാണ്. There is my dear, that's you seen too. You know, we all know. I'll come back. They never do, though, not them, never do come back. The garden noises fade. So പറയാണ്, കേട്ടില്ലേ മൈ ഡിയേഴ്സ്, അവൻ വരും എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടില്ല. ആൻഡ് ചിലവർ വരാറില്ല, ചിലവർ വരും. മിക്ക ആൾക്കാരും
പോയിട്ട് വരാമെന്ന് പറഞ്ഞവരൊന്നും വരാറില്ല. ദ ഗാർഡൻ നോയ്സ് ഫീൽസ്. നൗ സീൻ 2, ഡെറിയുടെ വീട്. അമ്മ ഡെറിയോട് ചോദിക്കും, യു തിങ്ക് ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം, യു തിങ്ക് ഐ ഹാവൻ ഹേർഡ് തിങ്സ്. അപ്പം എല്ലാവർക്കും മിസ്റ്റർ ലാമ്പിനെ പറ്റി വേറൊരു അഭിപ്രായമാണുള്ളത്. അപ്പം മിസ്റ്റർ ലാമ്പിൻ്റെ വീട്ടിലായിരുന്നു എന്ന് ഡെറി പോയി അമ്മയോട് പറയുമ്പം അമ്മ പറയാണ്, എനിക്കറിയാം, അയാളെപ്പറ്റി ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ഡെറിയൊക്കെ പറയും, യു ഷുഡ് നോട്ട് ബിലീവ് ഓൾ യു ഹിയർ. ഇതെവിടെയാ നമ്മൾ കേട്ടതിന് മുമ്പ് ലാമ്പ് ഡെറിയോട് പറഞ്ഞൊരു സെൻറ്റൻസാണ്, ആൾക്കാർ പറയുന്നതെല്ലാം നീ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ കേൾക്കാൻ പോകരുത്, ചെവി കൊള്ളരുത് എന്ന് പറയുന്നത്. അതേ സാധനം ഇപ്പം അമ്മയോട് ഡെറി പറയും. മദർ, ബീൻ ടോൾഡ്, warned, we have not lived here 3 months, but I know what there is to know and you are not to go back there. നമ്മളിവിടെ 3 മാസമായിട്ട് താമസിക്കുന്നെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ പലതും എനിക്കറിയാം, നീ അവിടെ പോകാൻ പാടില്ല, നീ അവിടെ പോകരുത്. Daddy, what are you afraid of? What do you think he is? An old man with a tin leg, and he lives in a huge house without curtains and has a garden. And I want to be there and sit and listen to things, listen and look. നിങ്ങൾക്ക് അയാളെ പറ്റി എന്തറിയാം? ഒരു കാലില്ലാത്ത മനുഷ്യനാണ്, വലിയൊരു വീട്ടിൽ തന്നെ താമസിക്കാണ്. ഞാനവിടെ പോവും, എനിക്കവിടെ ഇരിക്കണം, എനിക്കവിടെ പല കാഴ്ചകളും കാണണം, പല സാധനങ്ങളും എനിക്ക് കേൾക്കണം. മദർ, ലിസൺ ടു വാട്ട്? നീ എന്ത് കേൾക്കാനാണ് പോകുന്നത്? ബി സിംഗിങ്, ഹിം ടോക്കിംഗ്. തേനീച്ചകൾ പാടുന്നത്, അയാൾ സംസാരിക്കുന്നത്. ആൻഡ് വാട്ട്സ് ഹി ഗോട്ട് ടു സേ ടു യു? അയാൾ നിങ്ങൾ എന്താ പറയുന്നേ? തിങ്സ് ദാറ്റ് മാറ്റർ, തിങ്സ് നോബഡി എൽസ് ഹാസ് എവർ സെഡ്, തിങ്സ് ഐ വോണ്ട് ടു തിങ്ക് അബൌട്ട്. എന്നോട് ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങളാണ് അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ദെൻ യു സ്റ്റേ ഹിയർ ആൻഡ് ഡു യുവർ തിങ്കിങ്, യു ആർ ബെസ്റ്റ് ഓഫ് ഹിയർ. എന്നാൽ നീ ഇവിടെ നിന്നിട്ട് നിൻ്റെ തിങ്കിങ് ഒക്കെ ചെയ്താൽ മതി, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഐ ഹേറ്റ് ഇറ്റ് ഹിയർ, എനിക്ക് ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. യു കാൺട്ട് ഹെൽപ്പ് ദ തിങ്സ് യു സീ, ഐ ഫൊർഗീവ് യു. ഇറ്റ്സ് ബൗണ്ട് ടു മേക്ക് യു ഫീൽ ബാഡ് തിങ്സ് ആൻഡ് സേ ദം. ഐ ഡോണ്ട് ബ്ലെയിം യു. യു ക്യാൻ ഹെൽപ്പ് ദ തിങ്സ് യു സേ. നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല, പക്ഷെ നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഫൊർഗീവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിനക്ക് എന്തും പറയാമെന്നല്ല. ഇറ്റ്സ് ബൗണ്ട് ടു മേക്ക് യു ഫീൽ ബാഡ്. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ചിലപ്പോൾ അത് ബാഡായിട്ട് ഫീൽ ചെയ്യും, ബട്ട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. It's got nothing to do with my face and what I look like. I don't care about that and it isn't important. It's what I think and feel and what I want to see and find out and hear. And I'm going back there only to help him with the crab apples, only to look at things and listen, but I'm going. So ഡാഡി പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ മുഖത്തിനെ പറ്റിയല്ല ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്കിപ്പോൾ എൻ്റെ മുഖം എങ്ങനെയായിരിക്കുന്നത് എനിക്ക് അതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ വോണ്ട് ടു തിങ്ക് സംതിങ് വിച്ച് ഐ വോണ്ട് ടു ഡു. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ എനിക്ക് കേൾക്കണം, എൻ്റേതായ കാര്യങ്ങൾ എനിക്ക് കാണണം. ഞാൻ അയാളുടെ അടുത്ത് പോവാണ്, അയാൾ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്, അയാൾ പറയുന്നത് കേൾക്കാനും അവിടുത്തെ കുറേ കാഴ്ചകൾ കാണാനും ഞാൻ പോകും. മദർ പറയും, യു വിൽ സ്റ്റോപ്പ് ഹിയർ, നീ ഇവിടെ തന്നെ നിൽക്കും, നീ പോവില്ല. ഡെറി പറയും, ഓ നോ, ബിക്കോസ് ഇഫ് ഐ ഡോണ്ട് ഗോ ബാക്ക് ഐ വിൽ നെവർ ഗോ എനിവെയർ ഇൻ ദിസ് വേൾഡ്. ഞാൻ അയാൾക്ക് ചാലഞ്ച് കൊടുത്തിട്ട് വന്നേക്കാണ്. ഞാൻ ഇന്ന് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. The door slams, Derry runs panting, and I want the world, I want it, I want it. The sound of his panting. So, ലാമ്പുമായിട്ടുള്ള സംസാരം ഡെറിയിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. ആൻഡ് ഹി വാണ്ടഡ് ടു ഡു സംതിങ്, ഗോ ഔട്ട്, ഫേസ് പീപ്പിൾ ആൻഡ് വാണ്ടഡ് ടു ഫുൾഫിൽ ഓൾ ദ ഡ്രീംസ് ദാറ്റ് ഹി ഹാഡ് ഇൻ ഹിസ് ഹാർട്ട്. സോ ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോകാനുള്ള തീരുമാനമെടുക്കുന്നു, വീട്ടിൽ നിന്നും പോകുന്നു. Scene 3. Mr. Lamb in a garden sounds, the noise of a branch shifting, apples tumbling down, the branch shifting again. Mr. Lamb, steady, that's got it, that's it, more apples fall, and again, that's it, and. So Mr. Lamb എന്ത് ചെയ്യുമായിരുന്നു, ഒരു ലാഡറിന് മുകളിൽ കയറിയിട്ട് ആപ്പിൾസ് പറിക്കുകയായിരുന്നു. ഒരു ക്രീക്ക് സൗണ്ട് വരും, ഒരു ക്രാഷ് സൗണ്ട് വരും, ലാഡർ താഴെ വീഴും, അതിനോടൊപ്പം തന്നെ മിസ്റ്റർ ലാമ്പും താഴെ വീഴും. ദ ബ്രാഞ്ച് സ്വിഷസ് ബാക്ക്, creaks, then silence. Derry opens the gate, garden gate, still panting. Derry ഓടി വന്ന് ഗാർഡൻ്റെ ഗേറ്റ് തുറക്കുമ്പോഴത്തേനും ഇതൊക്കെ സംഭവിച്ചിരുന്നു. ഡെറി എന്നിട്ട് പറയും, യു സീ ഐ കെയിം ബാക്ക്, യു സെഡ് ഐ വുഡൻറ്റ് ആൻഡ് ദേ സെഡ് ബട്ട് ഐ കെയിം ബാക്ക്, ഐ വാണ്ടഡ് ടു കം ബാക്ക്. കണ്ടില്ലേ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു ഞാൻ വരില്ല എന്ന്, കണ്ടോ ഞാൻ വന്നു. എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, പക്ഷെ ഞാനിവിടെ നിന്നില്ല, ഞാൻ വന്നു. മിസ്റ്റർ ലാമ്പ്, നോക്കൂ ഞാൻ വന്നു. He stops dead. Silence. Mr. Land, Mister, you have
He runs through the grass, stops, kneels. മിസ്റ്റർ ലാംബ് വീണ് കിടന്നിരുന്ന സ്ഥലത്തോട്ട് ഓടിപ്പോവും, മുട്ടിലിരിക്കും. മിസ്റ്റർ ലാംബ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. യു ഫെൽ. ഐ എം ഹിയർ മിസ്റ്റർ ലാംബ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. സൈലൻസ്. മിസ്റ്റർ ലാംബ് മരിച്ചു കഴിഞ്ഞിരുന്നു. ഐ കെയിം ബാക്ക്. ലീവ് മീ ലാംബ്, ഐ ഡിഡ് കം ബാക്ക്. ഡെവിൽ ബിഗിൻസ് ടു വീപ്പ്. സോ ജീവിക്കാൻ ഒരു അർത്ഥം പറഞ്ഞു കൊടുത്ത ആള് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഡെറി കാണുന്നത്. The person who gave him a lot of confidence was no more. Very heart touching story. I hope the explanation will help you. Thank you so much.